അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ഇന്ന് രാവിലെ സുബഹിക്ക് മഹാനായ ഷെയ്ഖുന ശംസുല്ലമയുടെ കറാമത്ത് കാണാൻ സാധിച്ചു. നിങ്ങൾ പലരും കണ്ടവരായിരിക്കാം, വാട്സപ്പിലും പലതിലും കണ്ടിരിക്കാം. അൽഹംദുലില്ലാഹ്, നേരിൽ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇന്ന് രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് നമ്മുടെ സദർ ഉസ്താദായിരുന്നു. എന്താ കാര്യം ചോദിച്ചപ്പോൾ മദ്രസയിലേക്ക് ഒരിക്കൽ വരണം എന്ന് പറഞ്ഞു. മദ്രസയിലേക്ക് നോക്കുമ്പോൾ കണ്ടത് നേരിൽ മഹാനായ ഷെയ്ഖുന ശംസുല്ലമയുടെ അത്ഭുതകരമായ കറാമത്താണ് മദ്രസയിൽ കാണാൻ സാധിച്ചത്. കാരണം ഇന്ന് അതിപ്രഗത്ഭമായ ദിവസമാണ്. ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടി കാണാൻ കാരണം റബിയുൽ ആഖിറിന്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. മഹാന്മാരായ സമസ്തയുടെ പ്രഗത്ഭരായ നേതാക്കന്മാർ തീരുമാനിച്ച ഒരു തീരുമാനമാണ് ഇന്നത്തെ ദിവസം പ്രാർത്ഥന ദിനം എന്നുള്ളത്. സമസ്തക്ക് വേണ്ടി, ദീനിന് വേണ്ടി. ദീൻ എന്ന് പറഞ്ഞാൽ സമസ്തയാണ്. സമസ്ത ദീനാണ് എന്നതിന് തെളിവെന്താണ്? ആ തെളിവിലോട്ട് ഇൻഷാ അല്ലാഹ് വരാം. ഒരു കാര്യം ദീനാണോ മറ്റേതാണെന്ന് പറയുന്നതിന് തെളിവ് വേണം. ഖുർആനിൽ വേണം, ഹദീസിൽ വേണം, ഇജ്മാ ഖിയാസ് ഇതൊക്കെ വേണം. സമസ്ത ദീനാണെന്ന് ഹദീസിലുമുണ്ട്, ഖുർആനിലും തെളിവ് കാണിക്കാം. സമസ്ത തീരുമാനിച്ചൊരു ദിനമാണെന്ന് പ്രാർത്ഥന ദിനം. ഈ പ്രാർത്ഥന ദിനം എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് മഹാനായ ഷെയ്ഖുന ശംസുല്ലമയാണ്. ശംസുല്ലമയുടെ കറാമത്താണ് ഈ പ്രാർത്ഥന ദിനം എന്നുള്ളത്. എന്തുകൊണ്ട് സമസ്തയുടെ ഇത് പ്രാർത്ഥന ദിനം? ഇതൊരു ശംസുല്ലമയുടെ കറാമത്ത്. ശംസുല്ലം ആരാണെന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ പ്രാർത്ഥന ദിന ശംസുല്ല കറാമത്തായി മനസ്സിലാവുകയുള്ളൂ. ശംസുല്ലമ നാമക്ക് വിചാരിക്കുന്ന പോലെയല്ല, ജീവിച്ചിരിക്കുമ്പോഴും കറാമത്ത് കാണിച്ച ആളാണ്. മരണത്തിന് ശേഷം ശംസുല്ലമയുടെ ഒരുപാട് കറാമത്ത് നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടിരിക്കാം. ചെറുവലൂർ ഉസ്താദ് എന്നായിരിക്കും തോന്നുന്നു. ഒരു ദിവസം ശംസുല്ലമയോട് പറഞ്ഞത് രോഗമാണ്, പ്രശ്നമാണ്, ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ അവസാനം മരണവേളയിലെത്തുന്ന ഒരു വലിയ പ്രയാസത്തിൽ കഴിയുന്ന സമയത്താണ് ശംസുല്ലം പറഞ്ഞത്, ചികിത്സിക്കാനൊന്നും പോണ്ട, രാത്രി അതിനു വേണ്ടിയുള്ള എല്ലാം പരിഹാരം രാത്രി ഡോക്ടർ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസാസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയത്താണ് മഹാനായ ഷെയ്ഖുന ശംസുല്ലം സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ രോഗം ചികിത്സിക്കുന്നത്. പിന്നെ ആശുപത്രിയിൽ പോയപ്പോൾ അങ്ങനെ ഒരു രോഗമേ ശരീരത്തിലില്ല എന്നാണ്. ഒരുപാട് പറയാനുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. പ്രാർത്ഥന ദിന ശംസുല്ലമയുടെ കറാമത്താണ് എന്ന് പറയാൻ കാരണം ഈ പ്രാർത്ഥന ദിനം എന്നുള്ള ഒരു ആശയം സമസ്ത മുഷാവറ അംഗത്തിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരായ ഔലിയാക്കളെ പോലത്തെ പണ്ഡിതന്മാരുടെ മുമ്പിൽ ശംസുല്ലമ പറയുന്നുണ്ട്. ആരാണ് പറയുന്നത്? ശംസുല്ലമയാണ്. പ്രാർത്ഥന ദിനം. കാരണം സമസ്തക്ക് വേണ്ടി, ദീനിന് വേണ്ടി കഷ്ടപ്പെട്ടവർ, ദീൻ എന്ന് പറയുമ്പോൾ സമസ്ത എന്ന് മനസ്സിലാക്കിയാൽ മതി. ദീനിന് വേണ്ടി കഷ്ടപ്പെട്ടവർ, അവർക്ക് വേണ്ടി നാം എത്രത്തോളം ഈ സമസ്ത എന്ന് പറയുമ്പോൾ അവർ സംഘടനയായി മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ വരുന്നത്, പല ചിന്തകൾ വരുന്നത്. ദീൻ എന്ന് പറയുമ്പോൾ അതോടുകൂടി കാര്യം തീർന്നു. അപ്പോൾ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തവർ, ഇതിനു വേണ്ടി ത്യാഗം ചെയ്തവർ, അവർക്ക് നന്ദി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ്റെ നന്ദി അള്ളാഹ്ക്ക് വേണ്ട. നമ്മുടെ ജനങ്ങളോട് നന്ദി കാണിക്കണം. മദ്രസ പ്രസ്ഥാനത്തിൻ്റെ ഗുണവും നേട്ടവും അറിയണമെങ്കിൽ പല നാടുകളിലൊന്ന് നാം സഞ്ചരിച്ച് നോക്കണം. സമസ്തയുടെ മദ്രസ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ആ നാട്ടിൽ ഫാത്തിഹ ഓതാൻ അറിയാത്ത ഒരാളുണ്ടാവില്ല. മദ്രസകളില്ലാത്ത പല നാടുകൾ പോകുമ്പോൾ അറിയാം, ഫാത്തിഹ സൂറത്ത് ശരിക്ക് പോലും ഓതാൻ അറിയാത്തവർ എത്ര ആളുകളാണ്. നിസ്കാരം എന്തെന്നറിയാത്തവർ, നോമ്പെന്നറിയാത്തവർ. പേര് മുസ്ലിമായിരിക്കും, കുറച്ച് ശതമാനം മുസ്ലിങ്ങൾ മാത്രമല്ലോ, കോടിക്കണക്കിന് മുസ്ലിങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. UP പോലും പല സ്ഥലങ്ങളിലുണ്ട്. എന്നാൽ അവിടെ ഇത്രയും ഗൾഫ് രാഷ്ട്രങ്ങൾ പോലും അത്ഭുതപ്പെട്ടിരിക്കുന്ന സമസ്തയുടെ ഈ മതപഠനം, നിയന്ത്രണം ഇതൊക്കെ കണ്ട്. ഇത് വിശാലമായ വിഷയമാണ്. ശംസുല്ലമ ഈ പ്രാർത്ഥന ദിനത്തെക്കുറിച്ച് സമസ്ത ഈ ഒരു ആശയം പറയുകയും അങ്ങനെ ഇനി മുതൽ എല്ലാ റബീഉൽ ആഖിർ ആദ്യം ഞായറാഴ്ച എല്ലാ മദ്രസകൾ, 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, അതുപോലെ ലക്ഷക്കണക്കിന് അധ്യാപകന്മാർ, ഒരുപാട് മദ്രസകൾ, ആയിരക്കണക്കിന് മദ്രസകൾ എല്ലാം റബീഉൽ ആഖിർ പ്രാർത്ഥന ദിനം നടക്കുകയാണ്. ശംസുല്ലമ ഇത് പറഞ്ഞ് ആദ്യത്തെ പ്രാർത്ഥന ശംസുല്ലമ ഈ പ്രാർത്ഥന തൊട്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടു പോകുന്നത്. ആദ്യത്തെ പ്രാർത്ഥന
എല്ലാ സ്ഥലങ്ങളിലും യാസീനും തഹ്ലീലും മഹാനായ ഷെയ്ഖുന ശംസുല്ലമക്കാണ് ആദ്യം കിട്ടുന്നത്. എല്ലാ മദ്രസകളും സ്മരിക്കപ്പെട്ടത് ശംസുല്ലമയെ കുറിച്ചാണ്. ഈ ഒരു തീർമാനം പറഞ്ഞുകൊണ്ട് പ്രവർത്തകന്മാരുടെ പ്രാർത്ഥന ദ്വാ എനിക്ക് വേണം, ഇതെല്ലായിടത്തും നടക്കണം. കാരണം സമസ്തന്റെ തീർമാനത്തിനോട് എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കും, എന്താണ് പറയുന്നത്. കാരണം പറയാൻ ആർക്കും പറയാമല്ലോ, പലതും പറയുന്നതല്ല പ്രശ്നം, പറഞ്ഞത് പ്രതിഫലിപ്പിക്കലാണ് ഏറ്റവും വലിയ വിഷയം. സമസ്ത ഒരു കാര്യം പറഞ്ഞാൽ അത് പ്രതിഫലിച്ചിരിക്കും. ശംസുല്ലമക്കറിയാം, ഈ ഒരു പ്രാർത്ഥന ദിനം സമസ്ത ഇങ്ങനെ കടന്നു വന്നാൽ അത് പ്രതിഫലിക്കും. അത് ശംസുല്ലമിന്റെ മഹാനായ ശംസുല്ലമിന്റെ ഖബറിലേക്ക് അത് കൃത്യമായി കിട്ടുമെന്ന് ശംസുല്ലമക്കറിയാം. ശംസുല്ലം പിന്നെ മരണപ്പെട്ടു വഫാത്താകുന്നു ഫാത്തിമ ആസ്പത്രിയിൽ. അത് വിശാലമായ സംഭവമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ച് മരണപ്പെടുന്നു. ഒരാൾ ജീവിക്കുമ്പോഴല്ല, ചിലപ്പോൾ നല്ല തലപ്പാവും കമീസൊക്കെ കാണും, അപ്പോഴല്ല, മരിക്കുന്ന സമയത്ത് അയാളുടെ മരണം നോക്കണം. അതൊരു നല്ല മരണമാണെങ്കിൽ ഇയാളെ റൂട്ട് ശരിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശംസുല്ലമ ബുഖാരിയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്കാലുകൾ, സംശയങ്ങൾ വന്നാൽ ഏതെങ്കിലും കിതാബ് ഇങ്ങനെ പെരുതലായിരുന്നില്ല. നേരെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ ക്ലാസ്സിൽ പ്രത്യക്ഷമാകും, സംശയങ്ങൾ തീർത്തു കൊടുക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് മഹാനായ ഷെയ്ഖുന ശംസുല്ലമയുടെ കറാമത്താണ് ഈ പ്രാർത്ഥന ദിനം എന്നുള്ളത്. അത് വളരെ ഗൗരവത്തിൽ വിശദീകരിക്കേണ്ട കാര്യമാണ്. കാരണം വീഡിയോയുടെ ലെങ്തി കൂടിപ്പോകും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ മദ്രസ, നമ്മുടെ നാട്ടിൽ സമസ്തയുടെ പ്രവർത്തകന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സമസ്തയുടെ മദ്രസ നടക്കണമെങ്കിൽ ആ മദ്രസ കെട്ടാൻ വേണ്ടി അതിനും, അതുപോലെ സമസ്തയുടെ പള്ളി, ഇതിനൊക്കെ ചെലവുകൾ ഒരുപാടുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ നേതാക്കന്മാരാണ് ഇത് ഏറ്റെടുക്കുന്നതും അതിനുവേണ്ടി ചെലവഴിക്കുന്നു. അപ്പോൾ അവർ സമസ്തയെ ദീനിനെ സഹായിച്ചവരാണ്. അവരെ സ്മരിക്കുക എന്നുള്ളത് വലിയ വിഷയമാണ്. കാരണം മരണപ്പെട്ടു പോയവർ കാത്തു നിൽക്കുകയാണ്. എന്തെങ്കിലും ഒന്ന്, വെള്ളത്തിൽ മുങ്ങിയവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കാത്തു നിൽക്കുന്ന ഒരു ഫാത്തിഹ ഓതി, ഒരു യാസീൻ ഓതി, തഹ്ലീൽ ഓതി ഖബറിലേക്ക് ഇങ്ങനെ സമർപ്പിക്കപ്പെടുമ്പോൾ അവരെ ഖബറിലേക്ക് കിട്ടുന്ന പ്രകാശം അത് വലിയ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു തീർമാനം ഇവിടെ കൊണ്ടുവരുന്ന ശംസുല്ലമ ആദ്യത്തെ ആ ഒരു പ്രകാശം കിട്ടുന്നതും മഹാനവരുടെ ഹദറത്തിലേക്ക് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശംസുല്ലമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രിയപ്പെട്ടവരെ, ശംസുല്ലമ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഘടന ഇങ്ങനെ കൂടി ഒരു തീർമാനത്തിന് ശംസുല്ലമ എന്ന് പറഞ്ഞതല്ല. മഹാനവരുടെ വിദ്യാഭ്യാസ കാലം തന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ബഖിയാത്തു സ്വാലിഹാത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ശംസുല്ലമയുടെ പരീക്ഷയുടെ കാര്യമൊക്കെ നമുക്ക് അത്ഭുതമായി വിശാലമായി പറയേണ്ട ഒരു കാര്യമാണ്. പ്രാർത്ഥനാ ദിനം എന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്, അത് ഗൗരവത്തിൽ കാണണം. അത് തീർമാനിച്ചത് ഷെയ്ഖുനയാണ്. ഷെയ്ഖുന സമസ്തയോട് പറയും, സമസ്തയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് തീർമാനിക്കുന്നത് പ്രാർത്ഥന ദിനം. അന്ന് മാത്രം പ്രാർത്ഥന നടത്തിയാൽ മതിയോ? ഒരിക്കലുമല്ല. ഒരാൾ പ്രാർത്ഥിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഒരു വഴിയുണ്ട്. നാം അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ, പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹു ലജ്ജിക്കും. അള്ളാഹു അത് തരാതിരിക്കാൻ അള്ളാഹു ലജ്ജിക്കും. പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു വഴിയുണ്ട്. ആ വഴി എന്തറിയോ? തെറ്റ് ചെയ്യാതെ നാവ് കൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. തെറ്റുകൾ ചെയ്യാത്ത നാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. ഇത് സാധ്യമാണോ? തെറ്റുകൾ ചെയ്യാത്തവരാരാണ്? സ്വഹാബികൾക്ക് അത്ഭുതമായി തെറ്റുകൾ ചെയ്യാത്ത നാവുകൾ ആരില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തെറ്റുകൾ ചെയ്യാത്ത നാവ് എന്ന് പറയുന്നത് സഹോദരൻ്റെ നാക്ക് കൊണ്ട് പ്രാർത്ഥിക്കുക. കാരണം സഹോദരൻ്റെ നാക്ക് കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, സഹോദരൻ്റെ നാക്ക് കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സഹായകമാകും. പിന്നെ സമസ്ത ദീനാണെന്ന് പറയാൻ ഹദീസിൻ്റെ തെളിവ് എവിടെയാണ് ഉസ്താദ് എന്ന് ചോദിച്ച് എനിക്ക് കമൻറ്റിലൂടെ വരും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഈമാൻ യമാൻ അൽ ഹിക്മത്തു യമാനിയ്യ എന്നാണ്. ഈമാൻ, യഥാർത്ഥ ഈമാൻ അത് യമാനാണ്. അതുപോലെ യഥാർത്ഥ അറിവും അത് യമാൻ്റെതാണ് എന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമസ്തയുടെ സ്ഥാപകന്മാർ, അതിൻ്റെ ഫൗണ്ടർമാർ, അതിൻ്റെ സ്ഥാപിച്ചവർ നാം ഒന്ന് മനസ്സിലാക്കി നോക്കൂ. വറക്കൽ മുല്ലക്കോയ തങ്ങൾ എടുത്ത് നോക്കൂ. പാലക്കാട് സാദാത്തുകൾ, മഹാനായ ഷെയ്ഖുന ശംസുല്ലമ, ഇവരുടെ തറവാട് എവിടെയാണ്? യമാനാണ്. ശംസുല്ലമ യമാനിയാണ്. യമാൻ്റെതാണ് യഥാർത്ഥ ഈമാൻ എന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നേതൃത്വം നൽകിയവർ, അതിൻ്റെ സ്ഥാപകന്മാർ യമാനക്കാരാണ്. അതുകൊണ്ട് സമസ്ത ദീനാണ്, സമസ്ത യഥാർത്ഥമാണ് എന്നതിന് മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പല രീതിയിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയ ഇൽമും നല്ല നിലക്ക് പഠിക്കാനും
സത്യമായി സത്യസന്ധതയോടുകൂടി മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എങ്ങാനും പള്ളിയിൽ ഒരു മൂലക്ക് മുദരിസുമായിട്ടും ഒരു ഭാഗത്ത് ശംസുല്ലമയെ പോലത്തെ പ്രഗത്ഭരായ ആലിമീങ്ങൾ അവിടെ ഇരുന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ഈ മദ്രസ അതുപോലെ സുന്നത്ത് ജമാഅത്തിനെ പ്രചരിപ്പിക്കാനുള്ള ഒരു മഹത്തായ ഒരു സംവിധാനം ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. അവരുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തീർച്ചയായും നാം അവരോട് നന്ദിയുള്ളവരാകണം. വർഷത്തിലൊരിക്കൽ മാത്രം പ്രാർത്ഥന നടത്തിയാൽ മാത്രം മതിയാവുകയില്ല. നമ്മുടെ എല്ലാ നമസ്കാരങ്ങളും തഹജ്ജുദുകളിലും ഇത്തരത്തിലുള്ളൊരു മനോഹരമായ സംവിധാനം ഇവിടെ ഉണ്ടാവുകയും മാഷാ അല്ലാഹ് ഇന്ന് ദീനിയായ ഉലൂമുകൾ ഏത് ചെറുപ്പക്കാരനും നിസ്കാരത്തിൻ്റെ ഫർദോ ഷറുത്തോ അല്ലെങ്കിൽ ഒരു ഫാത്തിഹ എന്തെങ്കിലും ഒന്ന് പഠിക്കണമെന്നവർക്കൊന്ന് ആഗ്രഹം തോന്നിയാൽ അൽഹംദുലില്ലാഹ് അവർക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. കാരണം അവർ മദ്രസയിൽ പഠിച്ച ആ ഇൽമുകളെ കൊണ്ട് അവർക്കത് നേടിയെടുക്കാൻ സാധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറും സന്തോഷം റാഹത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വീടാന്തരങ്ങളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലും പ്രാർത്ഥന ദിനം വളരെ ഗൗരവത്തോടു കൂടി ഇത് കാണുകയും അത് കൊണ്ടുവരികയും ഈ വർഷത്തെ പോലെയാകരുത് ഇൻഷാ അല്ലാഹ് വരുന്ന വർഷം നമ്മുടെ നാട്ടിൻ്റെ എല്ലാ സഹോദരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താണ് പ്രാർത്ഥന ദിന, അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രഗത്ഭമായ മെസ്സേജുകൾ നമ്മുടെ സഹോദരങ്ങൾക്ക് എത്തേണ്ടതുണ്ട്. ഇതാരുടെ തീരുമാനമാണെന്ന് എത്തേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.